മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ഇടതിനെയും വലതിനെയും വിശ്വസിച്ച് തമ്മ് തല്ലൊക്കെ കൂടുന്ന സകലരും മരമൊണ്ണകളാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തെളിവ് സഹിതം മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടില് അതേപോലെ തന്നെ ബംഗാളിലൊക്കെ തന്നെ വലിയ പ്രചരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ തമിഴ്നാട്ടിലെ ഒരു പ്രചരണത്തിന്റെ ഒരു ഭാഗം നമുക്കിവിടെ ഒന്ന് കൊടുക്കാം. നിങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ കണ്ടോ? SDPIയുടെ സംസ്ഥാന പ്രസിഡന്റാ. ഈ SDPI സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടില്ലേ, പ്രചരണ വാഹനത്തിന്റെ മുന്നില് കോൺഗ്രസ് കൊടി, മുസ്ലിം ലീഗ് കൊടി, SDPI കൊടി, CPI കൊടി, CPM കൊടി, അങ്ങനെ കേരളത്തിൽ കീരിയും പാമ്പുമായിട്ട് നിൽക്കുന്ന സകലരുടെയും കൊടി, ഏകദേശം 10 കൊടിയെങ്കിലും ഉണ്ടാവും. സകലരും ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് തമിഴ്നാട് നന്നിലം മണ്ഡലത്തില് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന ആ പ്രസിഡന്റിന് വേണ്ടിയിട്ട് വോട്ട് തണ്ടിക്കൊണ്ടിരിക്കുക, ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട്. ഏത് കോൺഗ്രസ്? ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുപ്പ് സമയത്ത് മലയാളികളെ വഞ്ചിക്കാൻ പറഞ്ഞതെന്താ? SDPIയുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, വർഗീയ പാർട്ടികളുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് വിളിച്ചു പറഞ്ഞ സതീശന്റെ പാർട്ടി അതിർത്തി ഒന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരു ടീം. മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. UDFന്റെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ VD സതീശൻ. ഈ സതീശൻ വർഗീയ പാർട്ടിയാണ് SDPI എന്ന് പറഞ്ഞ് നാവൊന്ന് ഉള്ളിലേക്ക് വെക്കുമ്പോഴേക്ക് മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനെ പേടിച്ച്, BJPയെ പേടിച്ച് UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞു SDPI മതേതര പാർട്ടിയാണ്, അവർ ഞങ്ങൾക്കൊപ്പമാണ്. മുസ്ലിം ലീഗ് പോലും പല സ്ഥലത്തുനിന്നും പറയാറുണ്ട് ഞങ്ങൾ SDPIക്കൊപ്പല്ലോ എന്നൊക്കെ. പക്ഷെ മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി BJPയെ പേടിച്ചു പറഞ്ഞു, ഓ ഞങ്ങള് SDPI കൂട്ടിപ്പിടിക്കുന്നു. അപ്പൊ സതീശൻ പറഞ്ഞത് അത് ഞാൻ കേട്ടിട്ടില്ല എന്നാ പറഞ്ഞത്. കേരളത്തിലെ സകല ആളുകൾ കേട്ടു, പക്ഷെ UDFന്റെ സ്ഥാനാർത്ഥി കേട്ടില്ല. അപ്പൊ കേരളത്തിലും ഉള്ളിൽ കൂടെ മാത്രമേ ടൈപ്പ് ഉള്ളൂ. എന്നാൽ അത് അതിർത്തി കടന്നു കഴിഞ്ഞാൽ ഇവര് വലിയൊരു ടീമാണ്. ഇനി CPIയും CPM ഒക്കെ എന്താണ് അവരെ കുറിച്ച് അവർ സ്വയം വിശേഷിപ്പിക്കാറുള്ളത്? ഞങ്ങൾ നിലപാടുള്ളവരാണ്, ഞങ്ങൾ നിലപാടിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ്. അങ്ങനെ വായിൽ കൊള്ളാത്ത എല്ലാ തേങ്ങയും അവര് വിളിച്ചു പറയും. പക്ഷെ കേരളത്തിന്റെ അതിർത്തി ഒന്ന് കഴിഞ്ഞാൽ സകലതും കയ്യിൽ നിന്ന് പോകും. കാരണം എന്താ? ഇവിടെ എതിർപ്പുള്ള ആളുകൾ നേരെ തമിഴ്നാട്ടിലെത്തിയാൽ അവര് ടൈപ്പാണ്. ഈ SDPI വർഗീയ പാർട്ടിയാണ് എന്ന് LDF UDF തന്നെ പലതവണ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടില്ലേ? LDF ഒന്നുകൊണ്ടാണ് ഇവരെ മുന്നണിയിൽ അങ്ങ് കേരളത്തിൽ എടുക്കാത്തത്. ഇത് വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേബൽ വരാതിരിക്കാൻ UDF എന്താണ് പരസ്യമായിട്ട് തള്ളുന്നത്? വർഗീയ പാർട്ടി. വർഗീയ പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാന്ന് UDFന്റെ സതീശൻ തന്നെ പറയാറില്ലേ? അപ്പോ ഈ SDPI എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ തന്നെ അറിയൂലേ, ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം നമ്മുടെ കേരളത്തിലില്ലേ? പോപ്പുലർ ഫ്രണ്ട് ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ചോദിക്കുന്നതിന് പകരമായിട്ട് കൈവെട്ടിയത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതല്ലേ? പോപ്പുലർ ഫ്രണ്ടാണത്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ SDPI എന്ന് പറഞ്ഞത്. രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയ വ്യക്തമായിട്ട് പ്രഖ്യാപനം നടത്തിയത്. SDPIയെ പോലെ പോപ്പുലർ ഫ്രണ്ട് അങ്ങനെ പലതും മാറി വന്ന് പോപ്പുലർ ഫ്രണ്ടിനെയും നിരോധിച്ച് ഇതിന്റെ ഒക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SDPI പോലെയുള്ളൊരു വർഗീയ പാർട്ടിക്കൊപ്പം തോളോട് തോളു ചേർന്ന് തമിഴ്നാട്ടിൽ അവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. ഇനി നേരെ ബംഗാളിലേക്ക് എത്തിയാൽ എന്താണ് അവസ്ഥ? നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ CPM നാഴികയ്ക്ക് 40 വട്ടം വിമർശിക്കുന്ന SDPയുമായി സഖ്യത്തിൽ മത്സരിക്കുന്ന പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ സാഗർ ദിഘി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി CPM പ്രവർത്തകരടക്കം ഒരുമിച്ച് ഈ ക്യാമ്പയിനിൽ വളരെ സജീവമായി ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. CPMനോട് അങ്ങോട്ട് അഭ്യർത്ഥിച്ച് സഖ്യം നേടിയെടുത്തതാണ് SDPI. ഇവിടെ ഈ മണ്ഡലത്തിൽ മാത്രമാണ് SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. മറ്റ് ഇടങ്ങളിൽ, അതായത് 293 ബാക്കിയുള്ള സീറ്റുകളിലും CPMനെ ഇവിടെ SDPI പശ്ചിമ ബംഗാളിൽ പിന്തുണയ്ക്കുന്നു. ഏതായാലും വളരെ സജീവമായി തന്നെ CPM പ്രവർത്തകരടക്കം ഇവിടെയുള്ള മുഹ്സിയുർ റഹ്മാൻ എന്ന SDPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരേ കൊടിയും ഒക്കെ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് ഇവിടെ പ്രചാരണത്തിനെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും CPM നേതാക്കളിൽ നിന്നും തനിക്ക് ശക്തമായിട്ടുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നാണ് സ്ഥാനാർത്ഥിയും പറയുന്നത്. CPM പ്രവർത്തകരും
ഈ SDPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ വലിയ ആവേശത്തിലാണ്. നിങ്ങൾ കേട്ടില്ലേ, CPM SDPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി CPM അവിടെ കിടന്ന് പണിയെടുത്തോണ്ടിരിക്കുക, വലിയ അധ്വാനത്തിലാ. ഏത് CPM? ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ അല്ലേ നമ്മുടെ തലസ്ഥാന നഗരയില് DYFI SDPIയുടെ ആംബുലൻസ് കത്തിക്കുന്നു, SDPI DYFIയുടെ ആംബുലൻസ് കത്തിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബഹളം, ആക്രമണം, പോർവിളി, അങ്ങനെ എന്തൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേരളത്തിലെ UDF പ്രവർത്തകർ, കേരളത്തിലെ LDF പ്രവർത്തകർ, അതായത് CPMന്റെയും CPIയുടെയും ഒക്കെ പ്രവർത്തകർ, പ്രത്യേകിച്ച് DYFI പ്രവർത്തകർ, മുസ്ലിം ലീഗ് പ്രവർത്തകർ, ഇവരൊക്കെ മരമൊണ്ണകളല്ലേ, തല്ലുകൂടല്ലേ. ഇവിടെ കിടന്ന് തല്ല് എന്ന് പറയാൻ കാരണം എന്താ? നേരെ അപ്പുറത്തെത്തിയ വിലക്ക് ഒരു ടീമല്ലേ. യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും CPMന്റെയും CPIയുടെയൊക്കെ പ്രവർത്തകരെ, അതിന്റെ നേതാക്കന്മാർ ഇവിടെ വഞ്ചിക്കല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പിനെയും പോലെ നമ്മുടെ കേരളത്തിൽ ദിനം പ്രതി പ്രശ്നങ്ങളും തല്ലുകളും വൈരാഗ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകല്ലേ. അതേ CPMും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ നേരെ അതിർത്തി ഒന്ന് കഴിഞ്ഞാൽ തോളിൽ കൈയിടുന്നു. ഇനി ഇവിടെ തല്ലുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കൊല്ലപ്പെട്ട ചോരയുടെ പേരിൽ ഇവിടെ അധികാരത്തിലേക്ക് എത്തിയിട്ടില്ലേ കോൺഗ്രസ്സുകാര്, മുസ്ലിം ലീഗുകാര്, SDPI തലത്തിൽ പോലും എത്തിയിട്ടുണ്ടല്ലോ ഇവിടെ പല സ്ഥലത്തും. അതേപോലെ തന്നെ ഇടതുപക്ഷമൊക്കെ തന്നെ എത്തിയിട്ടില്ലേ. ഇവർ ഇനി ഡൽഹിയിലേക്ക് എത്തിയാൽ ആ ചോരയും ആ കണക്കും ആ പറയുന്നതിലെ അടികൂടിയതും തന്റെ പ്രവർത്തകരുടെ വൈകാരിക ആ ഒരു സന്ദർഭത്തെ ഒക്കെ മറന്നിട്ട് വലിയ കൂട്ടിലല്ലേ ഈ പറയുന്ന ഡൽഹിയിലെത്തിയാൽ വലിയ രീതിയിൽ കെട്ടിപ്പിടിക്കൽ, ചായ കുടിക്കൽ, നമ്മൾ എന്തൊക്കെ കാണുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇവരുടെ കോൺഗ്രസിന്റെയും CPMന്റെയും CPIയുടെയും മുസ്ലിം ലീഗിന്റെയും SDPIയുടെ ഒക്കെ പ്രവർത്തകരെ അവരുടെ നേതാക്കന്മാർ വഞ്ചിക്കല്ലേ. അതേസമയം കേരളത്തിലെ BJP പ്രവർത്തകർക്ക് അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകാം. കാരണം മറ്റൊന്നുമല്ല, അവർ കേരളത്തിൽ മുന്നണി എന്ന് പറഞ്ഞാൽ രാജ്യം മൊത്തം അതൊരു മുന്നണിയായിരിക്കും. അത് അപ്പുറത്ത് പോയിട്ട് തല്ലുകൂടിപ്പിക്കൂല. സ്വന്തം അണികളെ ഇട്ട് കേരളത്തിൽ തല്ലുകൂടിപ്പിച്ചിട്ട് ആ തല്ലുകൂടുന്നവരെ അപ്പുറത്തൊരു സ്റ്റേറ്റിൽ പോയിട്ട് തോളിൽ കൈയിടാൻ BJP ലീഡേഴ്സിനെ കിട്ടൂല. അതുകൊണ്ട് തന്നെ BJP പ്രവർത്തകർക്ക് അഭിമാനത്തോടെ തങ്ങളുടെ ലീഡേഴ്സിന്റെ ആ ഒരു അഭിമാനം ഉയർത്തിപ്പിടിച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. BJP പ്രവർത്തകരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് തന്നെയാ BJP നേതാക്കന്മാർ മുന്നോട്ട് പോകുന്നത്. അതേപോലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകർക്കോ അതേപോലെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കോ CPI പ്രവർത്തകർക്കോ CPMന്റെയോ CPIയുടെ പ്രവർത്തകർക്ക് തങ്ങളുടെ നേതാക്കന്മാർ തങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം ഇവിടെ തല്ലുകൂടിപ്പിക്കുക അധികാരത്തിന് വേണ്ടി. ഇതേ ഇവര് ഡൽഹിയിലെത്തിയാൽ ഒരു ടീം. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം. നമ്മുടെ കേരളത്തിലെ മലയാളികളെ പറഞ്ഞു പറ്റിക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിട്ട് എത്ര കാലമായി നമ്മുടെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുന്നു. ഇതൊന്നും ഇനി അധിക കാലം മുന്നോട്ട് പോകില്ല. ഇതൊക്കെ കേരളത്തിലെ പുതുതലമുറ തിരിച്ചറിയുന്നുണ്ട്. UDF LDF മുസ്ലിം ലീഗ് പറയുന്നൊക്കെ ഒരു ടീമാണെന്നും BJP ആണ് അപ്പുറത്ത് എന്നുള്ളത് കൃത്യമായിട്ട് പുതുതലമുറ തിരിച്ചറിയാ. നിലപാടുള്ളത് ആർക്കാണ്? അവർക്കൊപ്പം ഇനി വരുന്ന കാലത്ത് പുതുതലമുറയൊക്കെ നിലകൊള്ളൂ എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.